Law of conservation of angular momentum. റൊട്ടേഷൻ മോഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണിത്. നമ്മൾ ഇതേപോലെ ഒരു ലോ 5ാമത്തെ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അല്ലേ? അപ്പൊ അവിടെ നമ്മൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് വെച്ചാൽ F is equal to dp/dt. When F equals 0, P is a constant. അതേപോലെ റൊട്ടേഷൻ മോഷൻ വരുന്ന ഇക്വേഷൻ ടോ ഈക്വൽസ് dl/dt ആണ്. If tau equals 0, dl/dt equals 0, that is L equals a constant. Thus, if the total external torque on a system of particles is 0, then the total angular momentum of the system is conserved. ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ആംഗുലാർ മൊമെന്റം സംരക്ഷിക്കപ്പെടുന്നു. അപ്പൊ L എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റ് I ഒമേഗയാണ് നമുക്കറിയാം. അപ്പൊ ഹിയർ I ഒമേഗ ഈക്വൽസ് എ കോൺസ്റ്റന്റ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ I1 ഒമേഗ 1 ഈക്വൽസ് I2 ഒമേഗ 2. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന് പ്രാക്ടിക്കലായിട്ട് ഒത്തിരി ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. ഡാൻസേഴ്സ് ഈ ലോ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്വിമ്മിങ്ങിൽ ഡൈവേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഐസ് സ്കേറ്റേഴ്സ്, ബോൾ ഡാൻസേഴ്സ്, അതുപോലെ ഒരു ക്യാറ്റ് പോലും വളരെ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു പൂച്ച പോലും 4 കാലിൽ സേഫ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെയെല്ലാം ഈ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ 1-2 എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഡാൻസർ ആണ്. ഒരു ഡാൻസർ ആണ്. അപ്പൊ നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഫിഗർ ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ എന്ന് വെച്ചാൽ സ്പീഡ് കുറവാണ്, പക്ഷെ കൈകൾ രണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ കൈകൾ സ്ട്രെച്ച് ചെയ്തപ്പോൾ നമുക്കറിയാം I എന്ന് വെച്ചാൽ mr² ആണ്. റേഡിയസ് കൂടുതലാണ്, സ്വാഭാവികമായിട്ടും Iയുടെ വാല്യൂ കൂടും. അപ്പൊ I ഒമേഗ കോൺസ്റ്റന്റ് ആണ്. I കൂടിയാൽ ഒമേഗ കുറയും. അപ്പൊ സ്പീഡ് കുറവാണ്. അതേസമയം സെക്കൻഡ് ഫിഗറിൽ നോക്കിക്കേ, കൈകൾ ബോഡിയോട് ചേർത്ത് വെച്ചു, കാലുകളും ചേർത്ത് വെച്ചു. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞു, സ്വാഭാവികമായിട്ടും ഒമേഗ കൂടി. അപ്പൊ നല്ല സ്പീഡിൽ കറങ്ങും. ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആയാലും അതല്ല വെസ്റ്റേൺ ഡാൻസേഴ്സ് ആയാലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. When the dancer stretches out her hands, moment of inertia increases and angular velocity decreases. സെക്കൻഡ് ഫിഗറിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡൈവറിന്റെ കേസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ഡൈവ് ചെയ്യുന്ന ഒരു ഡൈവർ. നിങ്ങൾ ഒളിമ്പിക്സിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആണ്, കണ്ടു കാണും നിങ്ങളിത് അല്ലെ? അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ഡൈവർ താഴെ പൂളിലേക്ക് ഡൈവ് ചെയ്യുകയാണ്. ഡൈവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അയാൾക്ക് എന്ത് ചെയ്യണം? അയാൾക്ക് കറങ്ങേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ കണ്ടു, ഈ ഡൈവർ എന്ന് വെച്ചാൽ 3 പ്രാവശ്യം കറങ്ങിയിട്ടാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നത്. അപ്പൊ ഇയാള് ആ ബോർഡിൽ നിന്ന് മുകളിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ തൊട്ട് താഴെ വെള്ളത്തിൽ വീഴുന്ന വരെയുള്ള സമയത്ത് ഇയാളുടെ ആംഗുലാർ മൊമെന്റവും കൊണ്ടാണ് ഇയാൾ പോകുന്നത്. I ഒമേഗ അവിടെ ഉണ്ട്. അപ്പൊ അത് ഇയാൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല, കാരണം എക്സ്റ്റേണൽ ആയിട്ട് ഒരു ടോർക്കും അവിടെ വരുന്നില്ല. പക്ഷേ ആ ബോഡിയുടെ ഷേപ്പ് മാറ്റിക്കൊണ്ട് ഇയാൾക്ക് I കൂട്ടുകയും ഒമേഗ കുറയ്ക്കുകയും ചെയ്യാം, അതുപോലെ തിരിച്ചും ചെയ്യാം. അപ്പൊ ഇവിടെ ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. When the diver wants to do a triple tuck under 2 seconds, she can't change the angular momentum, but she can reduce the moment of inertia by pulling the legs and arms closer to the point of rotation. So angular velocity increases. അപ്പൊ ഇയാള് ഈ പറഞ്ഞ കണക്ക് എന്താണ്, കറങ്ങേണ്ട സമയത്ത് ഒമേഗ കൂട്ടണം. അപ്പൊ അയാളുടെ ലെഗ്സും ആംസ് എല്ലാം കണ്ടോ ബോഡിയോട് ചേർത്ത് വെക്കും. ഒരു ബോളിന്റെ ഷേപ്പിൽ അയാളുടെ ബോഡിയെ മാറ്റും. അപ്പൊ I എന്ന് പറഞ്ഞ കുറഞ്ഞു, അപ്പൊ ഒമേഗ കൂടി, അയാള് സ്പീഡിൽ കറങ്ങാണ്. കറങ്ങാൻ അയാൾക്ക് സമയമില്ല, 2 സെക്കൻഡേ ഉള്ളൂ, അതിനുള്ളിൽ വെള്ളത്തിൽ വീഴും. അതിന് ശേഷം അയാൾ വെള്ളത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ബോഡി കണ്ടോ സ്ട്രെച്ച് ചെയ്തു. അപ്പൊ പിന്നെ ഇനി കറങ്ങാൻ പാടില്ല, അത് അപകടമാണ്. അപ്പൊ ബോഡി സ്ട്രെച്ച് ചെയ്ത് കൈയെല്ലാം നീട്ടി വെച്ച് വളരെ സ്മൂത്ത് ആയിട്ട് അയാൾ വെള്ളത്തിലേക്ക് എൻ്റർ ചെയ്യും. അപ്പൊ അങ്ങനെ ഡൈവേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ K. റേഡിയസ് ഓഫ് ഗൈറേഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന മിക്ക ഓബ്ജക്റ്റുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഇതൊരു ഡിസ്റ്റൻസ് ആണ്. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിക്ക് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിന്
ആ ബോഡിയിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുന്നത്. ആ പോയിന്റിന്റെ പ്രത്യേകത സെന്റർ ഓഫ് മാസ് ആയിരിക്കും. അതായത് ആ ബോഡിയുടെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ്. ആ പോയിന്റും റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസും തമ്മിലുള്ള ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. Radius of gyration of a body about an axis may be defined as the distance from the axis of a mass point whose mass is equal to the mass of the whole body and whose moment of inertia is equal to moment of inertia of the body about the axis. അപ്പോൾ I is equal to അവിടെ എം കെ സ്ക്വയർ എന്ന് എഴുതാം. ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്ന എം കെ സ്ക്വയർ ആണ്. എം എന്ന് പറയുന്ന ആ ബോഡിയുടെ മുഴുവൻ മാസ്, കെ എന്ന് പറയുന്ന മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ അതിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. ഡയമെൻഷൻ ഫോർമുല L⁻⁴ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാന തിയറംസ് ആണ്. തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ ഇവിടെ ഫിഗർ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, ഒരു റിജിഡ് ബോഡിയാണ്. റിജിഡ് ബോഡി പ്ലെയിൻ ലാമിന, അതായത് നമ്മുടെ ഒരു ചെറിയ പേപ്പർ കഷ്ണോ അല്ലെങ്കിൽ കാർഡ്ബോർഡോ ഒക്കെ ഒന്ന് ആലോചിക്കുക. അതുപോലെ തിന്നായിട്ടുള്ള പ്ലെയിൻ ലാമിനയാണ്. അവിടെ മൂന്ന് ആക്സിസ് ഉണ്ട്. മൂന്ന് പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. എക്സ്, വൈ, ഇസഡ് ആണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് മൂന്നും കൂടെ ഈ പ്ലെയിൻ ലാമിനയിൽ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. എക്സും വൈയും ഒരു പ്ലെയിനിൽ കിടക്കുന്നു. അതായത് ആ പ്ലെയിൻ ലാമിനയിലാണ് ഈ രണ്ട് എക്സും വൈയും എങ്കിൽ ഇസഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമത്തെ ആക്സിസ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എക്സിനും വൈക്കും എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആഡ് ചെയ്താൽ ഇസഡിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ദാറ്റ് ഈസ് ഐ ഇസഡ് is equal to ix plus iy. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് ഇസഡ് ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇനി കുറച്ചുകൂടെ വിശാലമായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഒരു പ്ലെയിൻ ലാമിനയില് ആ പ്ലെയിൻ ലാമിനയുടെ അതേ പ്രതലത്തിൽ കിടക്കുന്ന രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസുകൾ ഉണ്ട്. ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന മൂന്നാമതൊരു ആക്സിസ്, ഇവർക്ക് രണ്ടു പേർക്കും പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന മൂന്നാമത്തെ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണമെങ്കിൽ മറ്റ് രണ്ട് ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യകൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇത് പറയാം. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് വായിക്കാം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത്. It states that moment of inertia of a plane lamina about an axis perpendicular to its plane is equal to sum of moments of inertia about two mutually perpendicular axes lying in its plane and intersecting each other at the point where the perpendicular axis passes through the lamina. ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം. If Ix and Iy are the moments of inertia of the lamina about perpendicular axis Ox and Oy in the plane of the lamina, then moment of inertia of the lamina about Z axis, that is OZ, is Iz equals Ix plus Iy. അപ്പോൾ എക്സും വൈയും ആ ലാമിനയുടെ പ്ലെയിനിലുമാണ്, ഇസഡ് അതിന് പെർപെൻഡിക്കുലറും ആണെങ്കിൽ ദെൻ ഐസഡ് ഈക്വൽസ് Ix പ്ലസ് Iy. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അടുത്ത രണ്ടാമത്തെ തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. അപ്പൊ ആദ്യത്തെ തിയറം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ്. അവിടെ മൂന്ന് ആക്സിസ് ഉണ്ട്, മൂന്ന് പേരും പെർപെൻഡിക്കുലർ ആയിരുന്നു. അതേസമയം രണ്ടാമത്തെ തിയറം എന്ന് പറഞ്ഞാൽ പാരലൽ ആക്സിസ് തിയറാണ്. ഇത് രണ്ട് ആക്സിസേ ഉള്ളൂ, രണ്ടു പേരും പാരലാണ്. ഇത് പ്ലെയിൻ ലാമിന തന്നെയൊന്നുമല്ല, ഏത് തരം റിജിഡ് ബോഡീസിനും ഇറഗുലർ ഷേപ്ഡ് ബോഡീസിനും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ വേണ്ട ഒരു ഇറഗുലർ ഷേപ്ഡ് ബോഡിയാണ്. അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ICM എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ആക്സിസ് ആണ് XY.
അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഏതൊരു ബോഡിക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു ലോ ആണ് പാരലൽ ആക്സിസ് തിയറം. അപ്പം ഒരു റൊട്ടേറ്റിംഗ് ബോഡി അതിന്റെ ഏതോ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഐ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ആക്സിസ് നമ്മൾ കാണുന്നു. അതിന്റെ പ്രത്യേകത അത് സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നു. ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം, ICM അറിയാം. അങ്ങനെയാണ് രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ദൂരം എയും ഈ റിജിഡ് ബോഡിയുടെ ഹോൾ മാസ് ക്യാപിറ്റൽ എം ആണെങ്കിൽ I is equal to ICM plus MA square. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. Moment of inertia of a rotating body about any axis is the sum of moment of inertia about a parallel axis passing through its center of mass and product of mass and square of distance between the two axes. If ICM is the moment of inertia of the body about an axis passing through the center of mass, then moment of inertia of the body about a parallel axis distant A from the axis through the center of mass, I is equal to ICM plus MA square, where capital M is the mass of the body. Moment of inertia of a body about any axis is equal to sum of moments of inertia of the body about a parallel axis through its center of mass and the product of its mass and square of the distance between two axes. ഈ തിയറം ഉപയോഗിച്ച് നമുക്ക് ഈ രണ്ട് തിയറംസ് ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 7.10, 11, 12. അത് മൂന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് റൊട്ടേഷൻ മോഷനിലെ വർക്കിന്റെയും പവറിന്റെ ഇക്വേഷൻ പഠിക്കാം. നമുക്കറിയാം സാധാരണ ലീനിയർ മോഷനിൽ വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം ആണ്. ഇനി വേറൊരു ഇക്വേഷൻ കൂടെ പഠിച്ചിട്ടുണ്ടല്ലോ, F ഇൻറ്റു വി. അപ്പൊ അതുപോലെ ഇവിടെ നമുക്ക് ഫോഴ്സ് വരുന്നിടത്തൊക്കെ ടോർക്ക് വരും, അതുപോലെ വെലോസിറ്റി വരുന്നിടത്തൊക്കെ ആംഗുലാർ വെലോസിറ്റി ഒക്കെ വരുന്ന ഇക്വേഷൻസ് നമുക്കിവിടെ വരും. അപ്പൊ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ കൺസിഡർ എ ഫോഴ്സ് F ആക്ടിങ് അറ്റ് ദ റിം ഓഫ് എ പിവറ്റഡ് വീൽ ഓഫ് റേഡിയസ് R. അപ്പൊ R റേഡിയസ് ഉള്ള ഒരു വീലാണ്. അപ്പൊ അതിന്റെ റിമ്മിൽ, അതായത് അതിന്റെ കോർണർ എഡ്ജസിൽ അത് റിം എന്ന് പറയുന്നത്, ആ റിമ്മിൽ നമ്മളൊരു ഫോഴ്സ് F കൊടുക്കുന്നു. ഡ്യൂറിംഗ് ദി ആക്ഷൻ ദ വീൽ റൊട്ടേറ്റ്സ് ത്രൂ എ സ്മാൾ ആംഗിൾ തീറ്റ. അപ്പൊ നമ്മൾ ഈ ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ വീല് ചെറിയൊരു ആംഗിൾ ഡി തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ഇഫ് ദിസ് ആംഗിൾ is small enough, the direction of force remains constant. Let the corresponding displacement is dx within a time interval dt. അപ്പൊ ഡി തീറ്റ ആംഗിൾ ഈ പറഞ്ഞ ആ റിമ്മിന്റെ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്തു. അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് dx ആണ്, ടൈം dt ആണ്. അപ്പൊ വർക്ക് ഡണ്ണിന് നമ്മൾ സാധാരണ എഴുതുന്ന ഇക്വേഷൻ നമുക്ക് എഴുതാം, dw is equal to F into dx. അപ്പൊ കണ്ട ഇവിടെ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഡി തീറ്റ എന്ന് പറയുന്നത് ചെറിയ ആംഗിൾ ആണ്, ഈ ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് dx ആണ്, ആ വീലിന്റെ റേഡിയസ് R ആണ്. അപ്പൊ നമുക്കറിയാം ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് ആണ്, dx by R ആണ് ഡി തീറ്റ. അപ്പൊ dx is equal to R d തീറ്റ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ വർക്കിന്റെ ഇക്വേഷൻ F into dx, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന് R d തീറ്റ എന്ന് കൊടുത്തു. അപ്പൊ വർക്ക് ഡൺ, ചെറിയ വർക്ക് ഡൺ dw is equal to F R d തീറ്റ. ഇവിടെ F into R എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്തായിരുന്നു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ടോർക്ക് അല്ലേ? അപ്പൊ നമുക്ക് dw is equal to tau d തീറ്റ എന്ന് കിട്ടും. അപ്പൊ F into R is ടോർക്ക് ടോ. അപ്പൊ നമുക്ക് വർക്ക് ഡൺ എങ്ങനെ എഴുതാം? dw is equal to tau d theta and work done to turn from θ1 to θ2. അപ്പൊ ഇത് ചെറിയ വർക്കാണ്. അപ്പൊ വലിയൊരു ആംഗിളിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് ചെയ്യുന്ന വലിയ വർക്ക് കാണാൻ ഈ ചെറിയ വർക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. w is equal to ഇന്റഗ്രൽ θ1 to θ2 tau d theta. അപ്പൊ ടോ കോൺസ്റ്റന്റ് ആണ്, അത് അതുപോലെ ഇട്ടു. ഡി തീറ്റയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ കിട്ടും. അപ്പർ ലിമിറ്റ് ആദ്യം കൊടുത്തപ്പോൾ θ2 മൈനസ് θ1. അത് നമുക്ക് വേണമെങ്കിൽ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വർക്ക് ഡൺ ഇസ് ഇക്വൽ ടു ടോ തീറ്റ. അപ്പൊ കണ്ടോ, നമ്മൾ വർക്ക് ഇസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പോലെ ഇവിടെ ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കിട്ടി. അപ്പൊ റൊട്ടേഷൻ മോഷനിലെ വർക്കിന്റെ ഇക്വേഷൻ ആണ് ഇത്.
ഇനി നമുക്ക് പവറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പൊ ഇവിടെ പി എന്ന് പറയുന്നത് dw/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് എടുത്തു, dw/dt. W എന്ന് വെച്ചാൽ ടോ ഡി തീറ്റ ആണല്ലോ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടോ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ടോ പുറത്തെടുത്തിട്ട് ടോ ഇൻറ്റു ഡി തീറ്റ/dt. ഡി തീറ്റ/dt പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അത് ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. സോ പവർ ഈക്വൽസ് ടോ ഒമേഗ. Therefore, work done by torque for a small angular displacement d theta is given by dw is equal to tau d theta and instantaneous power P equals tau omega. അപ്പോൾ നമ്മൾ വർക്കിന്റെ ഇക്വേഷൻ പഠിച്ചു, W is equal to tau theta. അതുപോലെ പവറിന്റെ ഇക്വേഷൻ പഠിച്ചു, tau omega. Kinetic energy of rolling motion. അപ്പോൾ നമ്മൾ റൊട്ടേഷൻ മോഷന് അല്പം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചലനമാണ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ നമ്മളൊരു പന്ത് ഉരുട്ടി താഴേക്ക് ഇടുന്നു. അപ്പൊ അവിടെ ട്രാൻസ്ലേഷൻ മോഷനും നടന്നിട്ടുണ്ട്, ഒപ്പം റൊട്ടേഷൻ മോഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് റോളിംഗ് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലെ കൈനറ്റിക് എനർജിയാണ് നമ്മളിവിടെ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം സാധാരണ ചലനത്തില് കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് mv² ആണ്. റൊട്ടേഷൻ മോഷനിലെ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് I ω² ആണ്. അപ്പൊ ഇവിടെ റോളിംഗ് മോഷൻ ആണ്. വീൽ റോളിംഗ് ഓവർ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ്. A wheel rolling over a horizontal smooth surface without slipping has two types of motion. Rotation motion about an axis passing through its center and linear motion in the horizontal direction of surface. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ രണ്ട് തരം കൈനറ്റിക് എനർജിയാണ്. ടോട്ടൽ കൈനറ്റിക് എനർജി is equal to kinetic energy of translation motion plus kinetic energy of rotation motion. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Translation KE plus rotational KE. So total kinetic energy is equal to half mv² plus half I ω². അപ്പോൾ ഇവിടെ v എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി, മുഴുവൻ മാസിന്റെയും കൂടെ വെലോസിറ്റിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് vcm എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം I എന്ന് വെച്ചാൽ mk² അല്ലേ, റേഡിയസ് ഓഫ് ഗൈറേഷൻ വെച്ചൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി ഹാഫ് mv² പ്ലസ് ഹാഫ് mk² ω². ഇനി വേണമെങ്കിൽ നമുക്ക് ഹാഫ് mv² കോമൺ ആയിട്ട് എടുക്കാം. ഹാഫ് mv² ഇൻറ്റു 1 പ്ലസ് k²/r². കാരണം ഇവിടെ ഒമേഗയ്ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു v/r ആണല്ലോ. അപ്പൊ അവിടെ ഹാഫ് mv²/r² വരും. ആ ഹാഫ് mv² ആണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ശേഷിക്കുന്നത് k²/r² വരും. ഇതാണ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ m മാസും r റേഡിയസും ഉള്ള ഒരു ഒബ്ജക്റ്റ് റോൾ ഡൗൺ ചെയ്യുമ്പം അവിടെ വരുന്ന ടോട്ടൽ കൈനറ്റിക് എനർജി. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഒരു പ്രോബ്ലം ആയിട്ട് കൊടുത്തിട്ടുണ്ട് 716. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. റൊട്ടേഷൻ മോഷന്റെ ഒട്ടുമിക്കവാറും ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷൻ മോഷനോട് ഒന്ന് കമ്പയർ ചെയ്യാണ് ഇവിടെ. അപ്പൊ സാധാരണ ട്രാൻസ്ലേഷൻ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് x ആണ്, റൊട്ടേഷൻ മോഷനിലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ആണ്. അതുപോലെ വെലോസിറ്റി v is equal to dx/dt ആണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈക്വൽസ് dθ/dt. ആക്സിലറേഷൻ a is equal to dv/dt, ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ is equal to dω/dt. അതുപോലെ മാസ് m ആണ്, നമ്മളവിടെ ഇനർഷ്യയ്ക്കും ഒക്കെ പ്രധാനമായിട്ട് എടുക്കുന്നത് m ആണ്. അതേസമയം റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ I ആണ്. F is equal to ma. റൊട്ടേഷൻ മോഷനിൽ ഫോഴ്സിന് സിമിലർ ആയിട്ടുള്ള ആള് ടോർക്ക് ആണ്. അപ്പൊ ടോ ഈക്വൽസ് I ആൽഫ. ഉണ്ടോ, എമ്മിന്റെ സ്ഥാനത്ത് I വന്നു, എയുടെ സ്ഥാനത്ത് ആൽഫ വന്നു. അതുപോലെ വർക്ക് ഡൺ വർക്ക് dw is equal to fds. റൊട്ടേഷൻ മോഷനിലെ വർക്ക് എന്ന് പറഞ്ഞാൽ dw is equal to tau d theta. കൈനറ്റിക് എനർജി ഹാഫ് mv². റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഹാഫ് I ω². പവർ P is equal to fb. റൊട്ടേഷനിലെ പവർ P is equal to tau ഒമേഗ. ലീനിയർ മൊമെന്റം P equals mv. ആംഗുലാർ മൊമെന്റം L equals I ഒമേഗ. അപ്പൊ ഏതാണ്ട് ഈ ഒരു ടേബിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്കവാറും എല്ലാ ഇക്വേഷൻസ് റൊട്ടേഷൻ മോഷനിൽ കിട്ടും. അപ്പൊ റൊട്ടേഷൻ മോഷൻ മാത്രമല്ല, ട്രാൻസ്ലേഷൻ മോഷനിലെ ഇക്വേഷനും നമുക്ക് ഓർമ്മ വരും. ഇപ്പൊ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാൻ ഈ ടേബിൾ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും.
Kinematics of rotation motion about a fixed axis. Kinematical quantities in rotation motion: angular displacement theta, angular velocity omega, angular acceleration alpha, respectively corresponds to kinematical quantities in linear motion: displacement x, velocity v, and acceleration a. കിനിമാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റീസൺ പറയാതെ നമ്മളൊരു മോഷൻ അല്ലെങ്കിൽ ചലനത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കിനിമാറ്റിക്സ് എന്ന് പറയുന്നത്. അതേസമയം ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഫോഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്ത് കാരണം കൊണ്ടാണ് അവിടെ ചലനം ഉണ്ടായത്, അതൊക്കെ പറയുന്നതാണ് ഡൈനാമിക്സ്. അപ്പൊ കിനിമാറ്റിക്സ് ആണ് നിങ്ങൾ എന്താണ് മോഷനെ സ്ട്രെയിറ്റ് ലൈനിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. v = u + at, v² = u² + 2as, അതുപോലെ s = ut + ½ at². അപ്പൊ അതേപോലെ നമുക്ക് റൊട്ടേഷൻ മോഷനിലും ഇതേ ഇക്വേഷൻസിന് കറസ്പോണ്ടിങ് ഇക്വേഷൻസ് എഴുതാം. അതാണ് ഇവിടെ പറയുന്നത്. ലീനിയർ മോഷനിലെ 3 ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷൻ മോഷൻ വരുന്ന ഇക്വേഷൻ കണ്ടോ? ഒമേഗ = ω0 + α t, അതുപോലെ തീറ്റ = ω0t + ½ α t², അതുപോലെ ω² = ω02² + 2α തീറ്റ. അപ്പം ഇവിടെ നമ്മൾ എഴുതുന്ന എസിന്റെ സ്ഥാനത്തെല്ലാം നമ്മൾ തീറ്റ കൊടുക്കും. ഇനീഷ്യൽ വെലോസിറ്റി ω0യും ഫൈനൽ വെലോസിറ്റി ഒമേഗയും, റൊട്ടേഷണൽ ആക്സിലറേഷൻ ആൽഫ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ 3 ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തത് നമുക്ക് ω0 ആൽഫയൊക്കെ വെച്ച് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇതാണ് കിനിമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട റൊട്ടേഷൻ മോഷനിലെ ഇക്വേഷൻസ്.